പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4th യൂണിറ്റ് വുഡ്ലാൻഡ് വിസ്പേഴ്സ്, വനഭൂമികയുടെ മൗനമന്ത്രങ്ങൾ, ഈ യൂണിറ്റിനെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. തീം ഓഫ് ദ യൂണിറ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ദ ലെസൺസ് ഇൻ ദ യൂണിറ്റ്. ഈ യൂണിറ്റിന്റെ ആശയങ്ങളും യൂണിറ്റിൽ ഉൾപ്പെടുന്ന പാഠഭാഗങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ 4th യൂണിറ്റിന്റെ ആശയവും അർത്ഥതലങ്ങളും വിദ്യാർത്ഥികൾക്ക് യഥാവിധി മനസ്സിലാക്കുന്നതിനു വേണ്ടി വില്യം വേർഡ്സ്വർത്തിന്റെ ദ ടേബിൾസ് ടേൺഡ് എന്ന കവിതയിലെ വരികൾ എപ്പിഗ്രാഫായും നൽകിയിട്ടുണ്ട്. വൺ ഇമ്പൾസ് ഫ്രം എ വേർണൽ വേർഡ് മേ ടീച്ച് യു മോർ ഓഫ് മാൻ, ഓഫ് മോറൽ evil and of good than all the sages can. Even one moment's inspiration that comes from a springtime forest can teach us more about human nature and about what is right and wrong in life than all the wise men can ever teach us. വസന്തകാല വനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു നിമിഷത്തെ ഇൻസ്പിറേഷനിലൂടെ മനുഷ്യപ്രകൃതത്തെക്കുറിച്ചും മനുഷ്യജീവിതത്തിലെ നന്മ തിന്മകളെക്കുറിച്ചും പ്രകൃതിക്ക് നമുക്ക് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും കഴിയും. ഏതൊരു മഹാമാനുഷിയേക്കാളും മഹാമുനിയേക്കാളും പണ്ഡിതനേക്കാളും ഉപരിയായി. വേർണൽ വുഡ് ഹിയർ മീൻസ് സ്പ്രിംഗ് ടൈം ഫോറസ്റ്റ്. വസന്തകാലത്തിൻ്റെ മനോഹാരിതയും ജീവസ്സും നിലനിർത്തുന്ന വസന്തകാല വനം എന്നർത്ഥം. പ്രകൃതിയുടെ വശ്യമനോഹരമായ കാഴ്ചകളിലേക്കും ഹൃദയഹാരിയായ സംഗീതത്തിലേക്കും നമ്മെ നയിക്കാനെന്നവണ്ണം ജോൺ കീറ്റ്സിന്റെ ഓൺ ദ ഗ്രാസ് ഹോപ്പർ ആൻഡ് ദ ക്രിക്കറ്റ് എന്ന കവിതാ വരികളും ഈ യൂണിറ്റിൽ നൽകിയിരിക്കുന്നു. The poetry of earth is never dead. When all the birds are faint with the hot sun and hide in cooling trees, a voice will run from hedge to hedge about the new mown mead. The music of nature never stops or fades away. പ്രകൃതിയുടെ സംഗീതം ഒരിക്കലും നിലക്കുന്നില്ല, അതിന്റെ മനോഹാരിത നശിക്കുന്നില്ല. When the birds grow tired and silent because of the hot summer sun and they rest quietly in the shade of the cooling trees, a sound, the joyful sound of the grasshopper, continues, leaping from bush to bush across the freshly cut meadows. വേനൽക്കാല സൂര്യന്റെ തീഷ്ണതയിൽ തളർന്ന് കുളിരേകും മരത്തണലിൽ വിശ്രമിച്ച് പക്ഷികൾ പാട്ടു നിർത്തി നിശബ്ദതയിലാകുമ്പോഴും പുതുതായി വെട്ടിയൊതുക്കിയ പുൽമേടുകളിലൂടെ വേലിപ്പടർപ്പിൽ നിന്ന് വേലിപ്പടർപ്പിലേക്ക് തുള്ളിച്ചാടുന്ന പുൽച്ചാടിയുടെ മനോഹര ശബ്ദം പ്രകൃതിയിൽ നിലനിൽക്കും. ന്യൂ മോൺ മീഡ് മീൻസ് ന്യൂലി ട്രിംഡ് മെഡോ, പുതുതായി വെട്ടിയൊതുക്കിയ പുൽമേട്. ജോൺ കീറ്റ്സിന്റെ ഈ വരികളെ അടിസ്ഥാനമാക്കി ടെക്സ്റ്റ് ബുക്കിൽ ഏതാനും ക്വസ്റ്റ്യൻസും നൽകിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് പേജ് 120. Question 1. What in your opinion is poetry of earth? ഈ വരികളിൽ പരാമർശിക്കുന്ന പോയട്രി ഓഫ് എർത്ത് എന്ന പ്രയോഗം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? The poetry of earth means the never-ending music, the sounds of birds, insects, wind, and all living things that make the earth lively and joyful. പ്രകൃതിയിലെ സംഗീതം തന്നെയാണ് പോയട്രി ഓഫ് എർത്ത്. പക്ഷികളുടെയും പ്രാണികളുടെയും ജീവജാലങ്ങളുടെയും കാറ്റിൻ്റെയും ഒക്കെ സ്വരങ്ങൾ ഈ ഭൂമിയെ ലൈവ്ലി ആൻഡ് ജോയ്ഫുൾ, ജീവസുറ്റതും ആഹ്ലാദഭരിതവുമായ ഒരിടമാക്കി മാറ്റുന്ന എല്ലാത്തരം സ്വരങ്ങളുമാണ് സൗണ്ട്സ്. അതാണ് പോയട്രി ഓഫ് എർത്ത്, ഭൂമിയുടെ സംഗീതം, ഭൂമിയുടെ കവിത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question 2. Whose voice do you think runs from hedge to hedge? ഈ വരികളിൽ പറയുന്ന ഹെഡ്ജ് ടു ഹെഡ്ജ്, ഹെഡ്ജ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെടികൾ കൊണ്ട് വള്ളിപ്പടർപ്പുകൾ കൊണ്ട് രൂപപ്പെടുന്ന വേലി. ഓരോ വള്ളിച്ചെടിയിൽ നിന്നും അല്ലെങ്കിൽ വേലിപ്പടർപ്പിൽ നിന്നും മറ്റൊന്നിലേക്കെന്ന രൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വരം ആരുടേതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇറ്റ് ഈസ് ദ വോയിസ് ഓഫ് ദ ഗ്രാസ് ഹോപ്പർ. പുൽച്ചാടിയുടെ, ഓരോ വേലിപ്പടർപ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടി പോകുന്ന ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടിയുടെ സ്വരമാണത്. When the birds become silent in the heat, the grasshopper jumps from hedge to hedge, making its cheerful sound. പക്ഷികൾ പാടിത്തളർന്ന് ചൂടിൽ വിശ്രമിക്കുമ്പോൾ പുൽച്ചാടിയാണ് ഓരോ കുറ്റിച്ചെടിയിൽ നിന്നും വേലിപ്പടർപ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടി വളരെ ചെയർഫുൾ ആയിട്ടുള്ള ആഹ്ലാദകരമായ സന്തോഷകരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് ഗ്രാസ് ഹോപ്പറിന്റെ ശബ്ദമാണ് ഈ വരിയിൽ പരാമർശിക്കുന്നത്. Question 3. List a few sounds of nature that you love to listen to.
നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രകൃതിയുടെ ഏതാനും സ്വരങ്ങളെക്കുറിച്ച് പറയുക. ദ ചീർപ്പിംഗ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കലപില ശബ്ദം. ദ റസ്ലിംഗ് ഓഫ് ലീവ്സ് ഇൻ ദ വിൻഡ്, ഉണങ്ങിയ കരിയിലകൾ കാറ്റിൽ ഉണ്ടാക്കുന്ന റസ്ലിംഗ് സൗണ്ട്. ദ ഗർഗ്ലിംഗ് ഓഫ് സ്ട്രീം, കളകലാരവം മുഴക്കുന്ന അരുവികളുടെയും പുഴകളുടെയും സ്വരം. ദ ബസിംഗ് ഓഫ് ബീസ്, തേനീച്ചകളുടെ അതുപോലെ മറ്റ് പ്രാണികളുടെ ബസിംഗ് സൗണ്ട്. ആൻഡ് ദ പാറ്ററിംഗ് ഓഫ് റെയിൻ ഫാളിംഗ് ഓൺ ദ റൂഫ്, മഴ മേൽക്കൂരയിൽ പതിക്കുന്ന പാറ്ററിംഗ് സൗണ്ട്. ഇതൊക്കെ പ്രകൃതിയുടെ സംഗീത സ്വരങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇൻ നേച്ചർ എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ അവർ ലൈഫ്സ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രകൃതി വളരെ വലിയൊരു സ്വാധീനമല്ലേ? ഹാവ് യു എവർ ഫെൽറ്റ് എ ഡീപ് കണക്ഷൻ വിത്ത് നേച്ചർ? പ്രകൃതിയുമായി എപ്പോഴെങ്കിലും അഗാധമായൊരു ബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? യു മേ ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ വിശദീകരിക്കുക. ഇത് തീർത്തും സബ്ജക്റ്റീവായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഉണ്ടായിരിക്കും. നമുക്കൊരു ജനറൽ ആൻസർ നൽകാം. യെസ്, നേച്ചർ ഹാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ അവർ ലൈഫ്സ്. പ്രകൃതിക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനമുണ്ട്. There are many moments when we feel deeply connected with it. പ്രകൃതിയുമായി അഗാധ ബന്ധം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ പ്രകൃതിയുമായി ഇടപഴകി ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകും. ലൈക്ക് വാച്ചിങ് ദ സൺറൈസ് ഫ്രം എ ഹിൽ ടോപ്പ്, ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഒരു സൂര്യോദയം വീക്ഷിക്കുന്ന മുഹൂർത്തത്തെക്കുറിച്ച് ആലോചിക്കുക. The sky slowly changes its colors. ആകാശം പലവിധ വർണ്ണങ്ങൾക്ക് വഴിമാറുന്നു. ആൻഡ് എ കൂൾ ബ്രീസ് ജെന്റിലി ടച്ചസ് അവർ ഫേസ്. ഒരു കുളിർക്കാറ്റ് നമ്മുടെ മുഖത്ത് തഴുകി തലോടി കടന്നു പോകുന്നു. വി ഫീൽ കാം, ഹാപ്പി ആൻഡ് ഫുൾ ഓഫ് എനർജി ആസ് വി എൻജോയ് ദ ബ്യൂട്ടി അറൗണ്ട് us. നമുക്ക് ചുറ്റും പ്രകൃതിയുടെ മനോഹാരിത നാം ആസ്വദിച്ചു നിൽക്കുമ്പോൾ മനസ്സിൽ ശാന്തതയും സന്തോഷവും ഊർജവും നമുക്ക് അനുഭവപ്പെടുന്നു. Such moments remind us how peaceful, powerful and inspiring nature truly is. അത്തരം നിമിഷങ്ങളാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകളായി വരുന്നത്. പ്രകൃതി എത്രമാത്രം ശാന്തമാണ്, ശക്തമാണ്, അതോടൊപ്പം നമുക്ക് ഇൻസ്പയറിംഗ്, പ്രചോദനദായകമാണ് എന്ന യാഥാർത്ഥ്യം. ദിസ് യൂണിറ്റ് ഇൻക്ലൂഡ്സ് 3 ബ്യൂട്ടിഫുൾ വർക്ക്സ്. ഈ യൂണിറ്റിൽ 3 മനോഹരമായ ലെസൺസ് ഉൾപ്പെടുന്നു. Number 1, Shakuntalam by Kalidasa, which shows how our ancestors lived in close harmony with nature. കാളിദാസൻ രചിച്ച ശാകുന്തളം എന്ന പ്ലേയുടെ ഒരു എക്സെപ്റ്റ് മാത്രമാണ് നമ്മുടെ ഈ ലെസൺ. ഇതിലൂടെ നമ്മുടെ പൂർവികർ പ്രകൃതിയുമായി ഏത് രീതിയിലായിരുന്നു ഇണങ്ങി ജീവിച്ചിരുന്നത് എന്ന് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. ലെസൺ 2, ട്രിൽസ് ആൻഡ് ത്രിൽസ്, ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ ബൈ ഡോക്ടർ സാലിം അലി. ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ സാലിം അലിയുടെ ബേർഡ് വാച്ചിങ്ങുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ തന്നെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നെടുത്ത ഒരു ഭാഗം മാത്രമാണ് ഈ ലെസൺ, which opens our eyes to the joy of observing birds and protecting their natural habitats. പക്ഷി നിരീക്ഷണത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ പക്ഷികളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ഒരു ലെസണാണ് ട്രിൽസ് ആൻഡ് ത്രിൽസ്, ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ. The third lesson, The Wild Swans at Cool by W.B. Yeats. W.B. യേറ്റ്സിൻ്റെ മനോഹരമായ ഒരു കവിത ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ, അതാണ് 3ാമത്തെ ലെസൺ. എ ടച്ചിങ് പോയം ദാറ്റ് എക്സ്പ്രസസ് ദ പോയറ്റ്സ് ഡീപ് ഫീലിംഗ്സ് വൈൽ ഒബ്സർവിംഗ് ദ കാം ബ്യൂട്ടി ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ശാന്ത സൗന്ദര്യത്തെ നിരീക്ഷിക്കുമ്പോൾ കവിയുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്ന ഗാഢമായ ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമാണ് ഈ കവിത. Now, the theme of the unit. The unit Woodland Whispers takes us into the calm and beautiful world of nature. പ്രകൃതിയുടെ ശാന്തസുന്ദരമായ ഒരു ലോകത്തേക്കാണ് വുഡ്ലാൻഡ് വിസ്പേഴ്സ് എന്ന യൂണിറ്റ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. The title itself suggests that nature has something to whisper to us. Messages of peace, wisdom and harmony. ഈ യൂണിറ്റിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രകൃതിക്ക് നമ്മോട് എന്തോ മന്ത്രിക്കാനുണ്ട്. ശാന്തിയുടെയും ബുദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും സന്ദേശമാണ് പ്രകൃതിക്ക് നമ്മോട് പറയാനുള്ളത്. The lines from The Tables Turned by William Wordsworth remind us that nature is the best teacher.
വില്യം വേർഡ്സ്വർത്തിന്റെ ദ ടേബിൾസ് ടേൺഡ് എന്ന കവിതാ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതി ഏറ്റവും ഉത്തമനായ ഒരു അധ്യാപകനാണെന്നാണ്. ഓഫറിംഗ് ലെസൺസ് അബൌട്ട് ലൈഫ് ആൻഡ് ഗുഡ്നസ് ദാറ്റ് നോ ബുക്ക് ഓർ സേജ് ക്യാൻ ടീച്ച്. ഏതെങ്കിലും ഒരു പുസ്തകത്തിനോ ഏതെങ്കിലും ഒരു പണ്ഡിതനോ നമുക്ക് പറഞ്ഞു തരാൻ കഴിയാത്ത, പഠിപ്പിക്കാൻ കഴിയാത്ത മഹത്തായ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ പ്രകൃതി എന്ന ഗുരുനാഥനാകുമെന്ന് ആ കവിതാ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. The poetic lines from John Keats further celebrate the endless music and life in nature. പ്രകൃതിയിലെ ഒടുങ്ങാത്ത അടങ്ങാത്ത സംഗീതത്തെയും പ്രകൃതിയിലെ മനോഹാരിതയെയും ആഘോഷമാക്കുകയാണ് ജോൺ കീറ്റ്സിന്റെ വരികളും. The unit Woodland Whispers highlights the deep bond between humans and nature. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ എടുത്തു കാണിക്കുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് വുഡ്ലാൻഡ് വിസ്പേഴ്സ്. മാത്രമല്ല, ആൻഡ് റിമൈൻഡ്സ് us to live in harmony with the natural world. പ്രകൃതിയുടെ ലോകത്ത് ഹാർമണി, ഒത്തൊരുമയിൽ നാം പ്രകൃതിയുമായി ഒത്തിടപഴകിക്കൊണ്ട് ജീവിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ യൂണിറ്റ്. It teaches us that nature is not just our surroundings, but a living companion that inspires, guides and soothes us. പ്രകൃതി എന്നുള്ളത് നമ്മുടെ കേവലം ഒരു ചുറ്റുപാട് മാത്രമല്ല, മറിച്ച് നമ്മുടെ ഒരു ലിവിങ് കമ്പാനിയൻ, നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരു കമ്പാനിയൻ തന്നെയാണ്. ആ ഒരു പ്രകൃതിയാകുന്ന കമ്പാനിയനാണ് നമുക്ക് ഇൻസ്പിറേഷൻ നൽകുന്നത്, നമുക്ക് ഗൈഡൻസ് നൽകുന്നത്, അതോടൊപ്പം പ്രയാസങ്ങളിൽ നമുക്ക് സൂത്ത്സ്, ആശ്വാസം പകരുന്നത്. Our ancestors treated nature with love and respect. നമ്മുടെ പൂർവികർ പ്രകൃതിയെ സ്നേഹത്തോടെയും കരുതലോടെയും പരിചരിച്ചു. Today, when this bond weakens, disasters strike us. ഇന്ന് അത്തരമുള്ളൊരു കരുതൽ, പ്രകൃതിയുമായുള്ള നമ്മുടെ കരുതൽ ബന്ധം അത് ശിഥിലമാകുമ്പോൾ ഡിസാസ്റ്റർ സ്ട്രൈക്കസ്, പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ പിടികൂടുന്നു. Through its lessons, the unit urges us to listen to the whispers of the woods, learn from nature and live in harmony with the natural world. ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രകൃതിയുടെ മന്ത്രങ്ങൾക്ക് നാം കാതോർക്കണം, പ്രകൃതിയിൽ നിന്നും നാം പാഠങ്ങൾ ഉൾക്കൊള്ളണം, പ്രകൃതിദത്തമായൊരു ലോകത്ത് പ്രകൃതിയോട് ഒത്തിണങ്ങി നാം ഒത്തൊരുമയിൽ ജീവിക്കണം എന്നൊക്കെയാണ്. ഇത്രയുമാണ് വുഡ്ലാൻഡ് വിസ്പേഴ്സ് എന്ന ഈ 4th യൂണിറ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കാനുള്ളത്. ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ യൂണിറ്റും അതിൻ്റെ ആശയവും വ്യക്തമായി മനസ്സിലാക്കാനും ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന ലെസൺസ് ശരിയാംവിധം പഠിച്ചെടുക്കാനും സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.